ഹായ്. എനിക്ക് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ച് പറയാൻ അറിയില്ല. എങ്കിലും എനിക്ക് കേട്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം ഞാനിപ്പോൾ എൻ്റെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ ചിന്തിക്കുക. നമ്മളെങ്ങനെ ഇവിടെ വരെ എത്തി എന്നൊക്കെ ചിന്തിക്കണത് അപ്പോഴാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്ന എൻ്റെ മനസ്സിന് ധൈര്യം തരുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അങ്ങനെ തന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എനിക്കൊരു ബ്രദർ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാനതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരാളാണ്. കാര്യം നമ്മൾ വീട്ടിൽ നല്ല തല്ലും പുകലും അങ്ങനെയൊക്കെ ഒരു നേച്ചറാണെങ്കിൽ പോലും അവനും ഞാനും എനിക്കവനും അതൊരു പ്രത്യേക സ്നേഹമാണ്. അതും ഞാൻ അനുഭവിച്ച ആളാണ്. പിന്നെ ഇത് കൂടാതെ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡ്. ആ ഒരു സപ്പോർട്ട് ഒരു വലിയ സപ്പോർട്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് എനിക്കൊരു മകനുണ്ട്. ആ മകൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. കാരണം യൂട്യൂബ് എന്നൊരു ഇതിലേക്ക് എന്നെ ഇറക്കിയത് എൻ്റെ മകനാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കണം. എന്താ മോളെ ഇവിടെ നിൽക്കണത്, ബസ് കിട്ടിയില്ലേ എന്ന് ചോദിക്കണ കുറേ എൻ്റെ അച്ഛനെ പോലെ തന്നെയുള്ളവർ ഒരുപാട് പേരുണ്ട്. അതുപോലെ ചേച്ചി നേരം വൈകിയോ, എന്തേ ചേട്ടൻ വന്നില്ലേ, ഇങ്ങനെയൊക്കെ എവിടെന്നെങ്കിലും വരുമ്പോൾ ഒക്കെ ചോദിക്കണ സഹോദരന്മാർ ഒരുപാടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളൊരു സജഷൻ ഞാൻ എടുക്കേണ്ടി വരുമ്പോൾ ഇപ്പം മോൻ്റെ ട്യൂഷൻ മാഷായിട്ട് വളരെ കുറച്ച് കാലം ഉണ്ടായ ഒരാളാണ് സജിൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴായാലും ഒന്നോ രണ്ടോ പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളെങ്കിൽ പോലും ഒരു ഡൗട്ട് ചോദിച്ചാൽ അപ്പോൾ തന്നെ ഒരു ക്ലിയർ ആൻസർ, ട്രസ്റ്റാണതല്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആൻസർ തരുന്ന ആൾക്കാർ. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞ വീട്ടിലുള്ള ആൾക്കാരായാലും ചേട്ടനായാലും എല്ലാവരും നമ്മളോട് എപ്പോഴും ഒരു കരുതലോടെ സംസാരിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറാണ് എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടുള്ളത്. അതുകൂടാതെ വല്ലപ്പോഴും ആരെങ്കിലും മോശമായി, ഇപ്പോൾ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല കേട്ടോ, ഒന്നോ രണ്ടോ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണില്ല. അപ്പോഴൊക്കെ നമ്മളതിന് വഴിവെച്ച് കൊടുത്താലാണ് അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുക എന്ന ബോധം എന്നിലുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റായ അനുഭവം ഉണ്ടാകുമ്പോൾ തന്നെ അതിന് തിരിച്ച് മറുപടി പറയാനുള്ള ധൈര്യം തന്നതും എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ അച്ഛനും സഹോദരനും ഹസ്ബൻഡും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമൂഹത്തിലൊരു തെറ്റായ ധാരണയുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു അനുഭവമാണ്. കുഞ്ഞു മക്കളാണ്, അങ്ങനെ പറയാൻ ഞാൻ പാടില്ല, എന്നാലും എടുത്ത് പറയുകയാണ്. അത് അവരുടെ ഉള്ളിൽ തെറ്റായ ധാരണ കയറിയത് കൊണ്ടാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ കുഞ്ഞു മക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടികളാണ്. എൻ്റെ മോനും വേറൊരു ഫ്രണ്ടും കൂടി സംസാരിക്കണതിൻ്റെ ഇടയിൽ ഒരു കുട്ടീനെ ഒന്ന് അവൻ നോക്കി, വർത്താനത്തിൻ്റെ ഉള്ളിൽ ഒന്ന് ജസ്റ്റ് നോക്കി. ആ നോക്കിയ ഒരു കാരണം ആ പെൺകുട്ടിയാണ് അവൾ. അപ്പോൾ അവൾ വിചാരിച്ചത് ഇവർ തെറ്റായിട്ട് എന്തോ സംസാരിച്ചു എന്നൊരു തോന്നൽ അവർക്ക് വന്നു. അപ്പോൾ അതിൽ നമ്മൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ. ഞാനപ്പോൾ ഇന്നിപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ തെറ്റായ ധാരണകൾ ചെന്നെത്തുന്നത് കൊണ്ടാണല്ലോ കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള പെറ്റായിട്ട് വളർത്തുന്ന മൃഗങ്ങളായാലും നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങളായാലും വന്യജീവികളായാലും എല്ലാവർക്കും സംരക്ഷണം ലഭിക്കുന്നുണ്ട്. എന്നെപ്പോലുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അച്ഛന്മാരെ പോലുള്ളവർ, എൻ്റെ മകനെ പോലുള്ളവർ, ഇവർക്കൊക്കെ സംരക്ഷണം വേണ്ടേ? ഒന്ന് ചിന്തിക്കണം കേരളമേ. കാരണം നിയമങ്ങൾ എല്ലാവർക്കും ഉണ്ട്, ഇവർക്ക് മാത്രം നിയമങ്ങളില്ല. ഇപ്പോൾ രംഗത്തേക്ക് കുറേ പേരിറങ്ങി വരുന്നുണ്ട്. പുരുഷന്മാർക്കും സംരക്ഷണം വേണം എന്നുള്ള, നിയമത്തിൻ്റെ സംരക്ഷണം വേണം എന്നുള്ള നിലയ്ക്ക് ഞാനും അതിനെ അനുകൂലിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ കേട്ട ഒരു ന്യൂസും കൂടി ആയപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും പറയണമെന്ന് തോന്നി.
കാരണം അതവർക്ക് വേണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ സ്ത്രീകളിൽ നിന്നാണ് കൂടുതൽ ദുരനുഭവങ്ങൾ വീടുകളിൽ ഉണ്ടാകുന്നത്. അനുഭവിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. ഒരിക്കലും പുരുഷന്മാരിൽ നിന്ന് ദുരനുഭവങ്ങളില്ല. അവരെ നമ്മൾ വേണ്ടാത്ത രീതിയിൽ എന്തെങ്കിലും കണ്ടാൽ തന്നെ നമ്മൾ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ അതവിടെ സ്റ്റോപ്പായി. എതിർക്കാത്തത് കൊണ്ടാണ് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഏതാനും ചില ആളുകളിൽ നിന്ന് എന്താ പറയുക, മൃഗീയമായ അനുഭവങ്ങൾ പലരിലും നേരിട്ടിട്ടുണ്ട് സ്ത്രീകൾക്ക്. അതില്ല എന്ന് ഞാൻ പറയില്ല. എന്നാലും ഒരു 75% പുരുഷന്മാരും നീതിക്കർഹരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്നേഹിക്കാനുള്ള മനസ്സേ ഉള്ളൂ. അതുകൊണ്ട് അവർക്കൊരു എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ നമ്മൾക്ക് കൊടുക്കണം. അതിന് ഇത് കാണുന്ന ഏത് രാഷ്ട്രീയ പ്രവർത്തകരായാലും ഏത് ഉന്നത പദവിയിലുള്ള ആൾക്കാരായാലും മുന്നോട്ട് വന്ന് ആ നിയമത്തിന് പ്രാബല്യം കിട്ടാൻ അതിനൊരുങ്ങണം. നിങ്ങൾ പ്രവർത്തിക്കണം.